10th പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് മറ്റൊരു മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 38 ആണ്. കുറച്ചുകൂടെ വലിയ 38, 45, 54 അങ്ങനെ കുറച്ചുകൂടെ വലിയ ഇലമെൻറ്റ്സ് ആണ് നമ്മളുടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1s2, 2s2 എന്ന് പറയുന്ന രീതിയിൽ സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നോബൽ ഗ്യാസ് മെത്തേഡ് അഥവാ ഷോർട്ട് ഫോം മെത്തേഡ് എന്ന് പറയുന്നത്. നോബൽ ഗ്യാസ് ഉത്കൃഷ്ടവാതകം മാർഗം അല്ലെങ്കിൽ ലഘുരൂപ മാർഗം എന്ന് പറയാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള നോബൽ ഗ്യാസസിനെ കുറിച്ച് അറിയണം. നോബൽ ഗ്യാസസ് അഥവാ ഉത്കൃഷ്ടവാതകം അഥവാ അലസവാതകം. ആദ്യത്തേതാണ് ഹീലിയം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18, ക്രിപ്റ്റോൺ 36, സെനോൺ 54, റെഡോൺ 86. ഇത്രയാണ് നോബൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. ഇതിൻ്റെ അറ്റോമിക് നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പം നോബൽ ഗ്യാസസ് ഉപയോഗിച്ച് എങ്ങനെ സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്ന് നോക്കുമ്പോൾ നമുക്കൊരു എലമെൻറ്റ് കിട്ടിക്കും എഴുതാനായിട്ട്. സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 38 ആണ്. 38 അതായത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അറ്റോമിക് നമ്പറുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നോബൽ ഗ്യാസ് ഏതാണെന്ന് നോക്കാം. 38 ആണ് സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പം ഇവിടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? 38-ന് 36 വരുന്ന ക്രിപ്റ്റോൺ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്തു. ക്രിപ്റ്റോൺ എന്ന് സിമ്പൽ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ക്രിപ്റ്റോണിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആണോ അത്രയും ഇലക്ട്രോൺസ് അവിടെ ഓൾറെഡി ഫില്ലായെന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ ക്രിപ്റ്റോണിൻ്റെ അറ്റോമിക് നമ്പർ 36 ആണ്. അപ്പോൾ ഇവിടെ ക്രിപ്റ്റോൺ എന്ന് എഴുതി സിമ്പൽ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ 36 ഇലക്ട്രോൺ ഓൾറെഡി അവിടെ ഫില്ലായി. അപ്പോൾ നമ്മളുടെ കയ്യിൽ ടോട്ടൽ 38 ഉള്ളതിൽ 36ഉം നമ്മൾ ഫില്ല് ചെയ്തു. 1s2, 2s2 എന്ന് നീട്ടിപ്പിടിച്ച് എഴുതേണ്ട ആവശ്യം വന്നില്ല. ഇനി നമുക്ക് ബാക്കി 2 ഇലക്ട്രോൺസ് ഉണ്ട്, അതിനെ മാത്രം ഫില്ല് ചെയ്താൽ മതിയാകും. അപ്പം പൊതുവേ ഡൗട്ട് വരാം, ക്രിപ്റ്റോൺ എന്ന് എഴുതി കഴിഞ്ഞ് ഏത് സബ്ഷെല്ലിൽ നമ്മൾ തുടങ്ങുമെന്ന്. അതിനൊരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഹീലിയമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഹീലിയത്തിന് ശേഷം 2sൽ തുടങ്ങാം. നിയോൺ ആണെങ്കിൽ നിയോണിന് ശേഷം 3sൽ സ്റ്റാർട്ട് ചെയ്യാം. ആർഗൺ ആണെങ്കിൽ ആർഗണിന് ശേഷം 4s, ക്രിപ്റ്റോൺ ആണെങ്കിൽ 5s. അപ്പം ക്രിപ്റ്റോണിന് ശേഷം ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 5sലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇനി നമുക്ക് ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 ഇലക്ട്രോണും കൂടെ ഉണ്ട്, അതേ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്തു. അപ്പം ഇത്രയും രണ്ട് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? സ്ട്രോൺഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒന്നുകൂടെ പറയാണ്, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ സ്ട്രോൺഷ്യമാണ്. സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 38 ആണ്. ആ 30 നമുക്ക് തന്നിട്ടുള്ള അറ്റോമിക് നമ്പറുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണെന്ന് നോക്കുക. ഈ കേസിൽ 36 ക്രിപ്റ്റോൺ ആണ്. അപ്പം ക്രിപ്റ്റോണിൻ്റെ സിമ്പൽ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതിൻ്റെ അറ്റോമിക് നമ്പർ 36 ഇലക്ട്രോൺസ് അവിടെ ഫില്ലായി. ഇനി ബാക്കി എത്ര എണ്ണം ഫില്ല് ചെയ്താൽ മതിയാകും? 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്താൽ മതിയാകും. അപ്പം ക്രിപ്റ്റോണിന് ശേഷം ഏതിനകത്തായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 5s എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്തായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5sനകത്ത് ബാക്കി 2 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് സ്ട്രോൺഷ്യത്തിൻ്റെ നോബൽ ഗ്യാസ് മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷോർട്ട് ഫോം മെത്തേഡിൽ നമ്മൾ സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കെ എന്ന് പറയുന്നത് പൊട്ടാസ്യം. അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? 19നോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള നോബൽ ഗ്യാസ് ഏതാണ്? 18 വരുന്ന ആർഗൺ ആണ്. അപ്പം ആർഗണിൻ്റെ സിമ്പൽ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ എന്താ ഇവിടെ? 18 ഇലക്ട്രോൺ ഓൾറെഡി ഫില്ലായി. ഇനി എത്ര എണ്ണം ഫില്ല് ചെയ്താൽ മതി? 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്താൽ മതി. ആർഗണിന് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിനകത്തായിരിക്കണം തുടങ്ങേണ്ടത്? 4sലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 4s എഴുതി 18 എണ്ണം ഇവിടെ ഫില്ലായി. ഇനി ബാലൻസ് എത്ര എണ്ണം ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്, അത് 4sനകത്ത് ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് നോബൽ ഗ്യാസ് മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം മെത്തേഡിൽ നമ്മൾ എന്ത് എഴുതുന്നത്? സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അടുത്ത നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ട് ഒരു എക്സാമ്പിളാണ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. എളുപ്പത്തിൽ 12ഉമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് നോക്കുക. അത് സെലക്ട് ചെയ്യുക, അതിൻ്റെ സിമ്പൽ എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ബാക്കി ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. ഇത്രയാണ് സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സവിശേഷത അല്ലെങ്കിൽ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്.
സിമ്പിളാണ്. നമുക്ക് സബ്ഷെൽ എഴുതാൻ പഠിച്ചു, മെയിൻ ഷെൽ എഴുതാൻ പഠിച്ചു, ഷോർട്ട് ഫോം വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d4. അതെന്തുകൊണ്ടാണ് നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞത് മറന്നുപോയത്, തേർഡ് സബ്ഷെല്ലെല്ലാം ഒരുമിച്ച് എഴുതണം. പക്ഷെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഹാഫ് ബാർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പഠിച്ച കണക്ക് തന്നെ. അപ്പം ഇതാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതുന്ന മെത്തേഡ്. പക്ഷേ ഇത് തെറ്റാണ്. കാരണം എന്ന് പറയുന്നത് നമുക്കൊരു തിയറി ഇവിടെ പഠിക്കാനുണ്ട്. അത് നോക്കാം. ഡി സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം? 10 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം. സ്റ്റേബിളാണ്. അപ്പം D10 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രോൺസിനെ നിറച്ചിരിക്കുന്നു. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായി? D5 ആയി. D5 എന്ന് പറയുമ്പോൾ പകുതി നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആണ്. ഇതിന് രണ്ടിനും എന്താണ്? കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. ഇതിനെ അപേക്ഷിച്ച് നമ്മൾ D2 D4 D7 എന്നൊക്കെ പറയുന്നതിന് എന്ത് കാണില്ല? ഒരുപാട് സ്റ്റെബിലിറ്റി ഒന്നും കാണില്ല. ആ സമയത്ത് D10 എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷനും D5 എന്ന് പറയുന്ന ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷനും എന്തായിരിക്കും? കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എസിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ഞാൻ ഒരു ഇലക്ട്രോണിനെ എടുത്ത് ഡി സബ്ഷെല്ലിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ D4 എന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറും? 3D5 ആയിട്ട് മാറും. അപ്പം D4-നേക്കാളും സ്റ്റേബിളാണ് ഏതെന്ന് പറയുന്നത്? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള D5 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 4s1 എന്ന് പറയും. ഇതിനെന്ത് കിട്ടും? ഇതിനെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 1s2 2s2 2p6 3s2 3p6 3d4 പകരം 4s നിന്ന് ഒരു ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 3d5 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ D5 എന്ന് പറയുന്നത് എന്തായി? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷനായി. അപ്പോൾ അതിന് എന്ത് കിട്ടും? കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡാണ് ക്രോമിയത്തിന് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് കണക്ക് നമുക്ക് എന്തും ചെയ്ത് നോക്കാം. കോപ്പറിൻ്റെതും എഴുതി നോക്കാം. സ്വന്തമായിട്ട് നമുക്ക് എഴുതി നോക്കാം. ഒന്നുകൂടെ പറയാണ് ക്രോമിയത്തിൻ്റെത്. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് എഴുതുന്നു? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d4. എന്തുകൊണ്ടാണെന്നൊക്കെ അറിയാലോ. 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3d ഫില്ല് ചെയ്യുന്നത്. അതതിൻ്റെ എനർജീസിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഇതാണ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഇതിനേക്കാളും ആപ്റ്റായിട്ട് നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും. അതാണ് ഡി സബ്ഷെല്ലിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 10 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആ D10 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ നേർപകുതി D5 എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് ഫിൽഡ്, അല്ലെങ്കിൽ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നത്. ഈ 2 കോൺഫിഗറേഷനും എന്താണ്? മറ്റുള്ളതിനെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരത കിട്ടും. അതായത് D2 D4 D7 D8 എന്നൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി D10-നും D5-നും, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡും ഹാഫ് ഫിൽഡുമായിട്ടുള്ള ഡി സബ്ഷെല്ലിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അത് വെച്ച് നമ്മളിവിടെ നോക്കുമ്പോഴത്തേന് ഇവിടെ D4 ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? 4s നിന്ന് ഒരു ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്ത് 3D-ലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതെന്തായിട്ട് മാറും? 3D5 ആയി. ഹാഫ് ഫിൽഡ് ആയപ്പോഴത്തേന് അതിനെന്തായി? കൂടുതൽ സ്റ്റേബിളായിട്ട് മാറും. അപ്പം നമ്മൾ ഇതായിരിക്കും ക്രോമിയത്തിന് അഡോപ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കണക്ക് നമുക്ക് എന്തും ചെയ്ത് നോക്കാം. കോപ്പറും ചെയ്ത് നോക്കാം. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d9 എന്ന് വരും. ഇതാണ് നമ്മൾ സാധാരണ എഴുതി പോകുന്ന മെത്തേഡ്. നമ്മൾ ഈ പഠിച്ച ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേന് എന്താ? ഇവിടെ 3d9 എന്ന് പറയുന്നത് 3d10-ഉം 4s1 ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പം 3d10 എന്ന് പറയുന്നത് എന്താണ്? 3d9-നേക്കാളും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് അതിന് എന്ത് കിട്ടും? കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം D10-നും D5-നും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം D9 എന്ന് പറയുന്നത് D10 ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് എഴുതുമ്പം
1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d 10 എന്നായി. ഇതിന് എന്ത് കിട്ടും? ഇതിനെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കാര്യം നമ്മൾ സിമ്പിൾസ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കോപ്പറിൻ്റെ സിമ്പിൾ തന്നെ ക്യാപിറ്റൽ സിയും സ്മോൾ ലെറ്റർ യു ആണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതരുത്. അതിനൊക്കെ തന്നെ ക്രോമിയത്തിൻ്റെയും ഇങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ ചെറുതാക്കി തന്നെ എഴുതുക. രണ്ടും ഒരേ വലുപ്പത്തിൽ എഴുതരുത്. ഇതാണ് പെക്യുലാരിറ്റി അല്ലെങ്കിൽ സവിശേഷത ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. നമ്മൾ കോൺഫിഗറേഷൻ എഴുതുക. ഈ ഒരു കാര്യം മാർക്ക് എഴുതുക. D10 എന്ന് പറയുന്ന കോൺഫിഗറേഷനും D5 എന്ന് പറയുന്ന കോൺഫിഗറേഷനും എന്ത് കിട്ടും? മറ്റുള്ളതിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അത് വെച്ചാണ് ഇതിൻ്റെ പെക്യുലാരിറ്റി അല്ലെങ്കിൽ സവിശേഷത എഴുതുന്നത്. അപ്പം ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് സബ്ഷെല്ലും എഴുതാൻ നമ്മൾ നേരത്തെ പഠിച്ചു. കുറച്ചുകൂടെ വലിയ അറ്റോമിക് നമ്പേഴ്സ് ഉള്ള എലമെൻറ്റിനെ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ ചെറുതാക്കി നോബിൾ ഗ്യാസ് മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെറുതാക്കി എഴുതാം. സ്ട്രോൺഷ്യത്തിൻ്റെ 38 ആണ്. തന്നിരിക്കുന്ന അറ്റോമിക് നമ്പറുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നോബിൾ ഗ്യാസ് ഏതാണോ അത് സെലക്ട് ചെയ്ത് എഴുതി അതിൻ്റെ സിമ്പിൾ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതുമ്പോൾ എന്തായി? അത്രയും ഇലക്ട്രോൺ ഫില്ലായി എന്നായി. ഇനി അതിനുശേഷം ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഓരോ നോബിൾ ഗ്യാസിന് ശേഷം ഫില്ല് ചെയ്തതിന് ശേഷം തുടങ്ങേണ്ട ഏതാണോ ആ സബ്ഷെല്ലെടുത്ത് ബാക്കി ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കണം ഈ മെത്തേഡ് ഉപയോഗിച്ച്. അടുത്തത് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും പെക്യുലാരിറ്റി. ഈ സബ്ഷെല്ലിനകത്ത് 10 ഇലക്ട്രോൺ D10 എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഫിൽഡും D5 എന്ന് പറയുന്ന ഹാഫ് ഫിൽഡും പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്നതും പകുതി നിറഞ്ഞിരിക്കുന്നതിനും എന്ത് കിട്ടും? കൂടുതൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത കിട്ടും.